ഇന്നുവരെ ഇറങ്ങിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും അടിപൊളി സ്മാർട്ട് ഫോൺ, അതായത് ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന ഏതൊരു സ്മാർട്ട് ഫോണിനേക്കാളും മികച്ചു നിൽക്കുന്ന സ്മാർട്ട് ഫോൺ. അത് ജസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് എന്നെ ഇവിടെ DTDC വിളിച്ചു. ഹലോ, ജയരാജാണ് വിളിക്കുന്നത്. വന്നിട്ടുണ്ട്. ഞാൻ വരട്ടെ ഇങ്ങോട്ട്. ഓക്കെ, ശരി ശരി ശരി. അപ്പോൾ ആ ഒരു ഫോൺ ഞാൻ വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ആ ഫോൺ വാങ്ങി സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി അൺബോക്സ് ചെയ്ത് ഏതാണ് ആ ഫോണെന്നും എന്തൊക്കെയാണ് ആ ഫോണിന്റെ വിശേഷങ്ങളും നമുക്ക് പരിശോധിക്കാം. യെസ്, ഫോൺ നമ്മുടെ കയ്യിൽ വന്നു. നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഞാനും നിങ്ങളെപ്പോലെ ഈ ഒരു ഫോണിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് കാത്തിരിക്കുകയാണ്. യെസ്, ഇവനാണ് ഞാൻ പറഞ്ഞ ഫോൺ. വിവോയുടെ ഏറ്റവും പുതിയ വിവോ എക്സ് ഫോൾഡ് 3 Pro. ഓക്കെ, വലിയൊരു ബോക്സ്. സാധാരണ ഫോൾഡിംഗ് ഫോൺ വരുന്നതിനേക്കാളും വലിയൊരു ബോക്സ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വലിയ ബോക്സ് വരാനൊരു പ്രധാന കാരണം ഇതിനകത്ത് ചാർജർ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് അതുകൂടി അൺബോക്സ് ചെയ്യാം. യെസ്, ഇരിക്കുന്നു ഫോൺ. ഭയങ്കര ലൈറ്റ്, സീരിയസ്ലി. കൂടാതെ ഫോണിൻ്റെ ബോക്സിനകത്ത് ഇതുപോലെ ഒരു വലിയ ബോക്സ്. അതിനകത്ത് എന്ത് നോക്കാം. ചാർജിങ് കേബിൾ, C2C ചാർജിങ് കേബിൾ, C2C കേബിളാണ്. അപ്പോൾ ഇതാണ് ഫോണിൻ്റെ ബോക്സ് വലുതാകാനുണ്ടായ പ്രധാന കാരണം. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഫോണിൻ്റെ ബോക്സിനകത്ത് നിന്ന് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഫോൾഡിംഗ് ഫോണുകളോടൊപ്പം അങ്ങനെ അധികം ചാർജറുകൾ പലപ്പോഴും കാണാറില്ല. എന്തായാലും വിവോ അത് കൊടുത്തിട്ടുണ്ട്. പിന്നീടുള്ളത് മറ്റൊരു ബോക്സ്. ഇതിനകത്ത് ഇതുപോലെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫോർമേഷൻ, അതുപോലെ സിം ഇജക്റ്റർ, കൂടാതെ ഇവിടെ ഒരു കാർഡ് ഇരിക്കുന്നു. വിവോ കെയർ ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു കാർഡും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിൻ്റെ ബോക്സിനകത്തുള്ളത്. നമുക്ക് പ്രധാനമായിട്ടും ഫോണാണ് കാണേണ്ടത്. അപ്പോൾ ഫോണിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇരിക്കുന്നു വിവോ എക്സ് ഫോൾഡ് 3 Pro. ഭയങ്കര ലൈറ്റ്. ഒരു സാധാരണ ഫോണിൻ്റെ വെയിറ്റ് മാത്രമേ, ആ സൗണ്ട് അടിപൊളിയായിരുന്നു, വെയിറ്റ് മാത്രമേ ഈ ഒരു ഫോണിനുള്ളൂ എന്നുള്ളതാണ്. യെസ്, അപ്പോൾ വിവോ എക്സ് ഫോൾഡ് 3 Pro നമുക്ക് ജസ്റ്റ് കാണാം. ഇതാണ് വിവോ എക്സ് ഫോൾഡ് 3 Pro. അതായത് നമ്മളിതിങ്ങനെ മടക്കി വെച്ച് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നേരത്തെ നമ്മൾ ചെയ്ത വിവോയുടെ X100 Pro എന്ന് പറയുന്ന ഫോണുണ്ട്, ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ. അതേ ലുക്കാണ് ഇവിടെ ഈ ഒരു സ്മാർട്ട് ഫോണിന് വിവോ നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ ഒരു വിവോ X100 Proയുടെ തന്നെ വെയിറ്റ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വളരെ ലൈറ്റ് വെയിറ്റ്. ഒരു ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നല്ല വെയിറ്റാണ്. എൻ്റെ കയ്യിൽ ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന സാംസങ് C Fold 5 ഇരിപ്പുണ്ട്. അതുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് ഡിഫറൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഈ കവർ ഡിസ്പ്ലേ തന്നെ കണ്ടില്ലേ, ഒരു സാധാരണ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ പോലെ ഉണ്ട്. അതേസമയം C Fold 5ൻ്റെ ഡിസ്പ്ലേ ഉണ്ടല്ലേ, വളരെ ചെറിയൊരു കവർ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ബൂട്ട് ചെയ്ത് നോക്കണം. ഇവിടെ വിവോ എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിലൊരു ഗ്ലാസും ഫൈബറും കൂടെ ചേർന്നുകൊണ്ടുള്ളൊരു ബോഡിയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ സർക്കിളിൽ ഇത്തരത്തിൽ 3 ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നോക്കിയാൽ ഒരു DSLR ക്യാമറയുടെ ഒരു ഡിസൈൻ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഈ ഒരു ക്യാമറ മൊഡ്യൂളെല്ലായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു എലിഗൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിക് വാച്ചിൻ്റെ സ്റ്റൈലിലാണ് ക്യാമറ മൊഡ്യൂളിൻ്റെ ഈ ഒരു റിംഗ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാൻ നമുക്കിത് ഓൺ ചെയ്ത് ബൂട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഫോൺ ബൂട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. നോക്കി ഫോണിൻ്റെ കവർ ഡിസ്പ്ലേ നോക്കി. കവർ ഡിസ്പ്ലേ തന്നെ ഒരു നോർമൽ ഫോണിൻ്റെ സെയിം ഡിസ്പ്ലേ. എടുത്തു പറയേണ്ട കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ സാംസങ്ങിൻ്റെ C Fold 5 കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയാൽ കവർ ഡിസ്പ്ലേയുടെ ആ സൈസ് ഉണ്ട്. ഇത് കവർ ഡിസ്പ്ലേ എന്ന് കൃത്യമായിട്ട് അറിയും അല്ലേ സാംസങ്ങിൻ്റെ C Fold 5. പക്ഷേ ഇവിടെ വിവോ എക്സ് ഫോൾഡ് 3 Proയുടെ ഈ ഒരു കവർ ഡിസ്പ്ലേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഔട്ടർ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു സാധാരണ ഫോണിൻ്റെ സെയിം ഡിസ്പ്ലേ സൈസ്. മാത്രമല്ല ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ, ഒരു രക്ഷയില്ലാത്ത സാധനം. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു സാധാരണ ഫോണാണെന്നേ തോന്നും. ഈവൻ കയ്യിൽ പിടിച്ചാലും ഒരു ഫോൾഡിംഗ് ഫോണെന്ന് നമുക്ക് തോന്നുന്നില്ല. അത്രയും സ്ലിമ്മുമാണ് ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് പോലെ. ഇനി നമുക്കിതിൻ്റെ ഇന്നർ ഡിസ്പ്ലേ നമുക്കൊന്ന് തുറന്ന് കാണാം. നോക്കി, അടിപൊളി ഡിസ്പ്ലേ ക്വാളിറ്റി, വേറെ ലെവൽ, ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ക്വാളിറ്റി. മാത്രമല്ല വളരെ എന്താ പറയുക, ഈ ബെസലൊക്കെ ഇല്ലേ, ഇന്നർ ഡിസ്പ്ലേയുടെ പോലും ഈ ബെസലെല്ലാം വളരെ തിന്നാണ്. ഞാൻ ഇനി ഇവിടെ സാംസങ്ങിൻ്റെ C Fold 5 ഞാനൊന്ന് ഓണാക്കി കാണിക്കാം. ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് കണ്ടില്ലേ. നോക്കി, ഇവിടെ സാംസങ്ങിൻ്റെ C Fold 5 എൻ്റെ ഇടത്തേക്ക് ഇരിക്കുന്നു. ഇത് വിവോയുടെ വിവോ എക്സ് ഫോൾഡ് 3 Pro. അപ്പോൾ ഈ രണ്ട് ഫോണുകളുടെയും ഈ ഒരു ഇന്നർ സ്ക്രീൻ തന്നെയും വലിപ്പം കൂടുതലായിട്ട് ഇവിടെ വിവോയുടെ എക്സ് ഫോൾഡ് 3 Pro. ഈ പേര് ഫുള്ളി കൺഫ്യൂഷൻ, എപ്പോഴും മാറിപ്പോകുന്നത്. എക്സ് ഫോൾഡ് 3 Proയ്ക്കാണ് ഈ ഒരു ഔട്ടർ ഡിസ്പ്ലേയുടെയും സൈസ്. മാത്രമല്ല ആ ഒരു ബെസലുകൾ കണ്ടില്ല, ഇവിടെ സാംസങ്ങിൻ്റെ ഫോണിനകത്ത് നല്ല ഒരു ബെസൽ ചുറ്റും നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു ബെസൽ ഇല്ല. അതുപോലെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്രീസ് ഏരിയ ആണ്. നോക്കി, ഈ ബെൻഡ് ഏരിയ, ഈ ഫോൾഡ് ചെയ്യുന്ന ഭാഗം നമ്മളിങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ സീരിയസ്ലി ഒന്ന് തൊട്ട് നോക്കി, അറിയാൻ പോലും ഇല്ല.
അല്ലേ? കാണാനും ഇല്ല, അറിയാനും ഇല്ല. കാണാൻ നമ്മൾ ഓക്കെ ചരിച്ചൊക്കെ വെച്ച് സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ കാണാം, പക്ഷേ അല്ലാതെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അടിപൊളി. ആ ക്രീസ് ഏരിയ അറിയാൻ പോലും ഇല്ല ഈ ഒരു ഫോൺ. അതേസമയം സാംസങ്ങിൻ്റെ ഇതിൻ്റെ ക്രീസും തൊട്ട് നോക്കി അല്ലേ? ആ അതെ, ബമ്പ് കുഴി ചാടുന്ന കണക്ക് അല്ലേ? അപ്പോൾ ആ ക്രീസ് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് വിസിബിളേ അല്ല എന്നുള്ളതാണ്. ഉണ്ട്, നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, പക്ഷേ കൈ ഉണ്ടെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ അറിയുന്ന പോലുമില്ല. അടിപൊളി, ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ 3ാമത്തെ ഫോൾഡിങ് ഫോണാണ് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലേക്ക് വരുന്നത്. അതായത് സാംസങ്ങിൻ്റെ ഫോൾഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ OnePlusൻ്റെ ഓപ്പൺ എന്ന് പറയുന്ന ഫോൺ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന വിവോയുടെ എക്സ് ഫോൾഡ് 3 Pro എന്ന് പറയുന്ന ഈ ഒരു ഫോണും. പക്ഷേ ഞാൻ ഒരു സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം, ഇതുവരെ ഞാൻ ഉപയോഗിച്ച ഏതൊരു ഫോൾഡ് ഫോണിനകത്തും നമുക്ക് ആ ഒരു ഇൻ ഹാൻഡ് ഫീൽ ഒരു രക്ഷയും ഇല്ലാത്ത സാധനമാണ് ഈ ഒരു വിവോയുടെ എക്സ് ഫോൾഡ് 3 Pro നൽകുന്നത്. അതുപോലെ ഡിസ്പ്ലേയുടെയൊക്കെ ക്വാളിറ്റിയും എല്ലാം അടിപൊളി തന്നെയാണ്. എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് തന്നെ ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ഇടേണ്ട മൊത്തത്തിലുള്ളൊരു ടൈമിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്തത്. ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ടെസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് വിവോ X100 കണ്ടപോലുള്ള കിഡിലൻ ക്യാമറ ക്വാളിറ്റി. ഇത് ഈ കാണുന്ന ഫോട്ടോകളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്താണ്. അടിപൊളി, ഒന്നും പറയാനില്ല. എസ്പെഷ്യലി ഇത് ഈ കാണുന്ന ഫോട്ടോയിൽ ആ മുകളിലത്തെ സ്കൈ ഒന്ന് സൂക്ഷിച്ച് നോക്കി, അതിനകത്തുള്ള ഓരോ ക്ലൗഡ്സും എല്ലാം കൃത്യമായിട്ട് വിസിബിളാണ്. സൂപ്പർ ക്വാളിറ്റി ഫോട്ടോസാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ എടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫോൺ ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ സെൽഫി ഫോട്ടോകൾ എടുക്കാമെന്നുള്ളതാണ്. അതായത് ഹൈ ക്വാളിറ്റി സെൽഫി ഫോട്ടോകൾ, അതുപോലെ സെൽഫി വീഡിയോകളും ഇതിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എടുക്കാം. നമുക്ക് ഈ ഒരു കവർ ഡിസ്പ്ലേയിലൂടെ ഇത്തരത്തിൽ കണ്ടുകൊണ്ട് ഫോട്ടോകളും വീഡിയോകളും സെൽഫി ആയിട്ട് അടിപൊളി ഹൈ റെസൊല്യൂഷനിൽ എടുക്കാം എന്നുള്ളതും പ്രത്യേകത തന്നെയാണ്. അതുപോലെ ഈ ഒരു ഫോണിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും ടോപ്പ് പ്രോസറായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന് പറയുന്ന പ്രോസറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ഞാനിതിൻ്റെ AnTuTu സ്കോർ ഏകദേശം ടെസ്റ്റ് ചെയ്ത് നോക്കി. ഏകദേശം 19 ലക്ഷത്തിൽ പുറത്തുള്ള ഒരു AnTuTu സ്കോർ നമുക്ക് കിട്ടുന്നുണ്ട്. വിവോ ക്ലെയിം ചെയ്യുന്ന ഏകദേശം 21 ലക്ഷത്തിൽ പുറത്തുള്ള ഒരു AnTuTu സ്കോറാണ്. എന്തായാലും മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്.